എൻ്റെ പേര് സുരേഷ്. എന്നെ അനി എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ വന്നിട്ട് 12 വയസ്സ് പോലെയുള്ള പരിപാടിയാണ് കേട്ടോ. പിന്നെ ജർമ്മൻ ഷെപ്പേർഡായിരുന്നു കുറേ നാൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗ്രേഡിയൻ ഉണ്ടായിരുന്നു കുറേ നാൾ. അതൊക്കെ മതിയായി. പിന്നെ ഇപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ക്രൈസ് കൂടിയാണ് ഇതിനെ എടുത്തത്. ഇതിനെ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇവിടെ എല്ലാത്തിനെയും ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് ബെല്ല. ഇതിൻ്റെ കുട്ടി വേറെ ഉണ്ട്, വേറെ 2 എണ്ണം ഉണ്ട്. ഇത് പിന്നെ നല്ല എക്സസൈസ് വേണം ഇതിന് ഭയങ്കരമായിട്ട്. നമുക്ക് ഇവിടെ സ്ഥലം പോരാ യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ. അതിനെ ഇവിടെ നമ്മൾ പിന്നെ അഡ്ജസ്റ്റ് ചെയ്താൽ കിട്ടുന്നില്ല. അല്ലെങ്കിൽ വേറെ ഐറ്റങ്ങളൊക്കെ ഉണ്ട്. പ്രാവുണ്ട്, മുയലുണ്ട്, മൈസുണ്ട്, എലി, അങ്ങനത്തെ കുറേ ബ്രീഡിങ് കൊച്ച്, ഗിനി പിഗ്, പിന്നെ അങ്ങനെ കുറേ ഐറ്റങ്ങളുണ്ട്. അതൊക്കെ ഇപ്പം ബ്രീഡ്. ഇപ്പോൾ ഈ കൊറോണ വന്നതിന് ശേഷം ഇതൊക്കെ വലിയ പുറത്തോട്ടൊന്നും കൊടുക്കാനൊന്നും പറ്റുന്നില്ല. അതുകൊണ്ടെല്ലാം കുറച്ച് ചെയ്യുന്നു. പിന്നെ ആഫ്രിക്കൻ ബേഡ്സുകളെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം മതിയാക്കി. ഇപ്പം അതൊന്നും പറ്റുന്നില്ല. കാരണം തെനയ്ക്കും എല്ലാം ഭയങ്കര വിലയും, എല്ലാത്തിനും ഭയങ്കര വില കൂടി. പക്ഷേ ബേഡ്സിന് വിലയില്ല. അപ്പോൾ ഭയങ്കര നോക്കാൻ ഭയങ്കര പാട്. അങ്ങനെയെല്ലാം കൊടുത്ത് ഇപ്പോൾ ഇതേപോലെ ഇത് നമ്മൾ ബ്രീഡൊന്നും ചെയ്തിട്ടില്ല വലുതായിട്ടൊന്നും. നമ്മൾ ഈ ഒരു ക്രൈസ് കൊണ്ട് വളർത്തുന്നേ ഉള്ളൂ. വില ബിസിനസ്സായിട്ടൊന്നും ചെയ്യുന്നില്ല. ഇതിൻ്റെ കുട്ടി 2 എണ്ണം എടുത്തിട്ടുണ്ട്, ഒരു മെയിലും ഒരു ഫീമെയിൽ. അത് മെയിൽ കുട്ടി വേറെ സ്ഥലത്തുകൊണ്ട് ഇട്ടേക്കാണ്. ഇവിടെ ഈ മെയിൽ ഇടാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ മാറ്റിയിട്ടേക്കുന്നു. പിന്നെ ഒരു ഫീമെയിൽ കുട്ടി ഇവിടെ കിടപ്പുണ്ട്. പിന്നെ ഇതിന് വേറെ ലൈനായിൽപ്പെട്ട 2 കുട്ടികളാണ് ഇപ്പോൾ കണ്ടത്. ഇപ്പം നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളെ ഒന്നും ആരും തൊടാൻ പോലും സമ്മതിക്കില്ല. നമ്മൾ ദേഹത്ത് ആരെങ്കിലും അടിക്കുകയെല്ലാം ചെയ്താൽ കടിക്കും, വിരട്ടും പോകും. അപ്പോഴേ കെട്ടിക്കിടക്കുകയാണെങ്കിൽ അവൻ വരും, അപ്പം വിരട്ടും. നമ്മൾ ദേഹത്തൊന്നും തൊടാൻ പാടില്ല. പിന്നെ നമ്മളുമായിട്ട് വലിയ പെറ്റാണ്, നല്ല ഇതാണ്, ഒരു കുഴപ്പമില്ലാത്ത ഇതാണ്. കണ്ട ആളുകൾ പറയും പേടിയാണ്, ഒന്നുമില്ല, നല്ല പെറ്റാണ്. പിന്നെ സ്വഭാവം ഇതുവരേക്കും മാറിയിട്ടൊന്നുമില്ല. പക്ഷേ വീട്ടുകാർ എല്ലാവരുമായിട്ടുള്ള മിങ്കിളിങ് ഇല്ല. 1-2 പേരായിട്ടൊക്കെ വരേ ഉള്ളൂ. ഇപ്പോൾ ഞാനും അവളും മാത്രമേ ഉള്ളൂ. വേറെ ആരും വന്നാൽ മോൾ വന്നാൽ പോലും ചിലപ്പോൾ അവർ അടുത്ത് മിങ്കിൾ ചെയ്യാത്തതുകൊണ്ട് വരില്ല. ഇപ്പോൾ മിങ്കിൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്നേഹമാണ്. ഭക്ഷണക്രമം എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ മറ്റേ ഡ്രൈ ഫുഡ് കൊടുക്കും. ഉച്ചയ്ക്ക് സാധാരണ നമ്മളെ മീറ്റ് തന്നെ, നമ്മളെ ഇറച്ചി ഒരു നേരം കൊടുക്കുകയുള്ളൂ. മീറ്റ് രാവിലെ പിന്നെ ഉണ്ടെങ്കിൽ വല്ല ഡ്രൈ ഫുഡ് ഉണ്ടെങ്കിൽ കുറച്ച് കൊടുക്കും. അതെന്നും കൊടുക്കണമെന്നില്ല, ചില ദിവസങ്ങളിൽ. കാരണം പിന്നെ അവന് ഇഞ്ചക്ഷൻ എല്ലാം എടുക്കത്രേ ഉള്ളൂ. അഗ്രസീവ് ആണ്, വളർത്തുന്ന രീതിയുണ്ട്. ഇപ്പോൾ ഇവിടെ കെട്ടിയിരുന്ന പട്ടി അത് നമ്മൾ കൊണ്ടുവന്ന് വളർത്തിയാണ്. 2 രീതിയിലും. ഒന്നിനെ നമ്മൾ കാണാതെ ഇട്ട് വളർത്തിക്കൊണ്ടാണ് അത് ഭയങ്കര ബഹളം ഈ ട്രെഡ്മില്ലിൽ ഓടിക്കൊണ്ടുവന്നത്. മറ്റേത് സൈലൻ്റാണ്, വലുതായിട്ട് കടിക്കുന്നത്. കാരണം ഇവിടെ തുറന്നൊക്കെ പെട്ടി വർക്ക്ഷോപ്പിൽ ആൾക്കാരെ കണ്ട് അങ്ങനെ അതങ്ങ് നല്ല ഇതായി. പക്ഷെ മറ്റേതാവില്ല. അതിനെ ഇത് അങ്ങ് കൂട്ടി കിടന്നുകൊണ്ട് അത് ഭയങ്കര ദേഷ്യമാണ്, അത് കടിക്കുകയും ചെയ്യും. പപ്പീസൊക്കെ ഇപ്പം വില കുറവാണ്. ഇപ്പം കുറവാണ്. നമ്മളെടുത്തൊക്കെ ഭയങ്കര വിലയ്ക്കാണ് എടുത്തത്. ഇവിടെ ഇപ്പം വന്നിട്ട് 200 വന്നിട്ട് ഇതൊക്കെ 50, 30 ഒക്കെ ഉള്ളൂ. 50 എറണാകുളത്തൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മളൊക്കെ ഡൽഹിയിൽ നിന്ന് എടുത്തൊക്കെ ഭയങ്കര വിലയായിപ്പോയി. ആ കളറൊന്നും ഫസ്റ്റിൻ്റെ ഒന്നൊരു കളറാണ് മറ്റേ കളർ ഇവിടെ കിടന്നത്. ഇത് വന്നിട്ട് ബ്ലൂ, അത് റെയർ കളറാണ്. ഇവിടെ ഇപ്പം എൻ്റെ അറിവിൽ ഇതിൻ്റെ മെയിൽ വന്നിട്ട് മറ്റേ താരാ കല്യാണിൻ്റെ കയ്യിലുണ്ട്. അല്ലാതെ വേറെ തിരുമല ആരെങ്കിലും ഒരാളുണ്ട്. അല്ലാതെ എൻ്റെ അറിവിൽ ഇവിടെ ഒന്നുമില്ല ഫീമെയിലൊന്നും. പിന്നെ എറണാകുളത്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ട്രിവാൻഡ്രത്ത് കുറവാണ്. സൗന്ദര്യം ഒരു പുതിയ ബ്രീഡ്. മറ്റത് വളർത്തി നമ്മൾ കുറേ വളർത്തുമ്പോൾ അതിനെപ്പറ്റി ഇൻട്രസ്റ്റ് കുറയുമല്ലോ. പുതിയ ബ്രീഡ് മനുഷ്യപ്പടൊക്കെ നല്ല ബ്രീഡ് തന്നെ. പക്ഷേ നമ്മളിത് വളർത്തിയപ്പോൾ ഇത് പുതിയൊരു റെയർ ബ്രീഡ് വന്നപ്പോൾ എടുക്കാൻ തോന്നി. അപ്പോൾ നമ്മൾ പറയണതൊക്കെ മനസ്സിലാവും, കുറേയൊക്കെ നല്ല മനസ്സിലാവും. നമുക്കൊരു ചെറുതെങ്ങനെയാണ്, അത് നല്ലൊരു പട്ടിയാണ്. ഇത് പറയാനുണ്ട്. പക്ഷേ ഭയങ്കരമായിട്ട് നല്ലൊരു ബ്രെയിനുണ്ട് ഇതിന്. പക്ഷേ ഇതിനെ ട്രെയിൻ ചെയ്യണം. ട്രെയിൻ ചെയ്ത് ഒക്കെ എടുത്താൽ നല്ല ഇതാവും. 1 ലിറ്ററിൽ ഇവർ വന്നിട്ട് 12 എണ്ണം ഉണ്ടായിരുന്നു, 13 എണ്ണം. അവിടെ ഡൽഹിയിലാണ് പ്രസവിച്ചത്. ഇവിടെ കൊണ്ടൊന്നും ഞാൻ പ്രസവിച്ചില്ല, മാച്ച് ചെയ്ത് പറ്റില്ല സമയത്തിന്. ഇപ്രാവശ്യം 2 പ്രാവശ്യം പറ്റില്ല. ഇനി അടുത്ത പ്രാവശ്യം മാറ്റ് ചെയ്യണമെന്ന് ഇട്ടേന്. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ഇതെല്ലാം ചെയ്യണത്, വേറെ ആരുമില്ല, ഞാനോളും അത്രേ ഉള്ളൂ. ഇത് ഡൽഹിയിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നതാണ്. 1 മാസമുള്ള ഫെനി എന്ന് പറഞ്ഞൊരു പട്ടിയുടെ കുട്ടിയാണ്. ഈ കളർ ബ്ലൂ ആണ്, ബ്ലാക്ക് അല്ല, ബ്ലൂ ആണ് ഈ കളർ റെയറാണ്. മറ്റേ വേറെ റെയറാണ്. ബ്ലാക്ക് കാനിക്കോസൊക്കെ ബ്ലാക്കാണ് കൂടുതലുള്ളത്. പിന്നെ ബ്രിണ്ടിലുണ്ട്, അതൊന്നും നമ്മളില്ല. ഇനി ഫാണുണ്ട്, 2 കളർ കൊണ്ടുണ്ട്.
ഈ ഒരു കളറുള്ള അതും എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളെ സ്ഥല സൗകര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ പേര് ഫയർ. പിന്നെ വയസ്സ് വന്നിട്ട് 11 മാസമായി. ഇപ്പോൾ ഹീറ്റ് ഒരു ഫസ്റ്റ് ഹീറ്റായി 9-ാം മാസത്തിലായി. ചെയ്തില്ല നമ്മൾ. ഇനി സെക്കൻഡ് ഹീറ്റിലേ ചെയ്യുള്ളൂ. അതിന് 6 മാസം കൂടെ ആകുമ്പോഴത്തേ ആവുള്ളൂ അടുത്ത്. പിന്നെ ഇപ്പോൾ ഇതിനെ വിടാനായിട്ട് നമ്മളെ മെയിലുണ്ട് ഓൾറെഡി. വേറെ ബ്രീഡിലുള്ള മെയിലാണ് കിടക്കുന്നത്. മറ്റേത് അതിനെ വിടാൻ ഒക്കില്ല. അതെല്ലാം ബ്ലഡ് ലൈൻ ഒന്നായിപ്പോൾ. ഇതിന് വിടാനുള്ള ഈ 2 പട്ടിയും വിടാനുള്ള മെയിൽ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ അതിന് ഹീറ്റാവണം. എനിക്ക് മാറി നിൽക്കാൻ ഒക്കില്ല. 1 മണിക്കൂർ പോലും മാറി നിൽക്കാറില്ല. ഒരു ദിവസമൊന്നും മാറി നിൽക്കാൻ പറ്റില്ല. ഇതുമാതിരി നമ്മളെ കാണുമ്പോഴത്തേക്ക് മതി താഴെ ഇറങ്ങണ്ട. ഇപ്പം ഭയങ്കര സ്നേഹമാണ്. കൊച്ചിലെ കൊണ്ടുവന്നല്ലേ ഇതൊക്കെ. മറ്റേത് വലുതായപ്പോൾ കൊണ്ടുവന്നത്. ഭയങ്കര സന്തോഷമായിട്ടാണ് നമ്മൾ ചെയ്യണത്. കാരണം ഇതിന് ആഹാരം കൊടുക്കുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിലൊരു സന്തോഷമാണ്. നമ്മൾ ഫുൾ ടൈം ഇത് തന്നെ ഇപ്പോൾ നമുക്ക് ജോലി. ഇനി ഇത് ഇറച്ചിയൊക്കെ അരിഞ്ഞ് വേവിച്ച് ഇത് കൊടുക്കണ വരെ നമുക്ക് കഴിച്ചില്ലെങ്കിലാണ് നമുക്ക് വിഷമം. ഇല്ല ഞാനതൊന്നും ചിന്തിക്കാറില്ല. പിന്നെ കുട്ടി കിട്ടിയാൽ പോകും. പക്ഷെ നമ്മൾ അങ്ങനെ അതിന് വേണ്ടി മാത്രമല്ല, എനിക്കൊരു താല്പര്യം കൊണ്ട് വളർന്നത്. ഞാൻ ആദ്യം കാണാൻ പറ്റിയ ബെല്ല വാങ്ങിച്ചത് 1 ലക്ഷം രൂപ. അത് ഇത് ഫയർ ഇവന് 1,65. പിന്നെ നേരത്തെ ട്രക്കിൽ പോയ അതിൻ്റെ പേര് ലാറ അർജൻറ്റീന കളറാണ്. അത് വാങ്ങിച്ചത് 1,65. പിന്നെ ഡീസൽ ഒരു മെയിലുമുണ്ട്, അത് 60. അത് കൊച്ചിലെ കളർ ചെറുതായപ്പോൾ വാങ്ങിച്ചാണ്. അപ്പോൾ ഇതെല്ലാം അവിടുന്ന് ഡൽഹിയിൽ നിന്ന് വാങ്ങിച്ചത്. ഇതൊക്കെ താല്പര്യം കൊണ്ട് നമ്മളെ ഇൻട്രസ്റ്റ് കയറി അങ്ങ് വാങ്ങിച്ചു. എല്ലാം നമുക്ക് ഇപ്പോഴും താല്പര്യം തന്നെയാണ്. ഇനിയും പുതിയ ബ്രീഡ് വല്ലതും ആണെങ്കിൽ നമുക്ക് സ്ഥലമില്ല. ഇനി മറ്റേ ഇത് ബെൽജിയം വാങ്ങിക്കണമെന്ന് പറഞ്ഞാൽ ബെൽജിയം ഇവിടെ നിൽക്കില്ല. ഇവർ ചാടിപ്പോവും. ഇവരേ ചാടുന്നു. ഇവർക്ക് വേണ്ടിയാണ് ഇപ്പം ഞാൻ ഇത്രയും ചെയ്തത്. മൊത്തം പണി തീർന്നില്ല. ഇനി ഇവിടെയൊക്കെ ചെയ്യണം, എങ്കിലും അയച്ചു വിടാവുള്ളൂ. എടുത്ത് ചാടിക്കളയും. ഞാനിവിടെ ഇത്രയും വർഷങ്ങളായി താമസിക്കുന്നതുകൊണ്ട്, കാരണം ഞാൻ ഇവിടെ ജനിച്ച് വളർന്ന ഇവിടെയാണ്. അപ്പോൾ അന്നും മുതലേ എൻ്റെ 10, 12, 14 വയസ്സ് വരെ പട്ടിയുണ്ട്. അപ്പോഴൊന്നും ആൾക്കാർ ഇവിടെ ഉള്ളവർക്കൊന്നും വലിയ ഇതില്ല. കംപ്ലയിൻറ്റ് പറയും, ചിലപ്പോഴൊക്കെ ചെയ്യുമെന്നൊക്കെ പറയും. പക്ഷേ ആരും ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ അടുത്തുള്ളവരും ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്നവർ വാടകക്കാരൊക്കെ വന്നിട്ട് ചിലർ കംപ്ലയിൻറ്റ് പറയുള്ളൂ. ബാക്കി ഒന്നും പറയില്ല, നമ്മളറിയാം. പക്ഷേ പണ്ട് ഇവിടെ വഞ്ചൂർ മാധവൻ എന്നായിരുന്നു സിനിമാ സ്റ്റാർ ഉണ്ടായിരുന്നു. പുള്ളിയാണ് ഇവിടെ പട്ടി ഉണ്ടായിരുന്നത്. ഇവിടെയാണ് പുള്ളി മാറിപ്പോയി. ആ ക്രൈസാണ് എനിക്കും കിട്ടിയത്. ഞാൻ മാമൻ്റെ ഇവിടെ പോയി കണ്ടിങ്ങനെ സംസാരിച്ച പട്ടി വന്നേ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. ജർമ്മൻ ഷെപ്പേർഡിൻ്റെ മറ്റേ കീരി കളറെന്ന് പറയും പണ്ട്, അത് വളർത്തിയിട്ടുണ്ട്. അതാണ് സ്റ്റാർട്ടിങ്. അത് കഴിഞ്ഞിട്ട് ജർമ്മൻ ഷെപ്പേർഡ്, പിന്നെ ലാബ് ഒരുപാട് കളർ വളർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഗ്രേറ്റ് ഡേനും കുറേ വളർത്തിയിട്ടുണ്ട്. പിന്നെ റോഡ് വീലർ കഴിഞ്ഞാൽ അടുത്തത് ഇത്. പിന്നെ ചെറിയ ബ്രീഡുണ്ട്, പഗ്, പൊമറേനിയനൊക്കെ ഉണ്ട്. പഗ് ഇപ്പോഴും ഉണ്ട് ഇവിടെ. 50 വർഷം വരും. 50 വർഷം വരും. അപ്പോഴേ ഉണ്ട്. ഇല്ലാത്ത ഇരുന്നിട്ടേ ഇല്ല എൻ്റെ കയ്യിൽ. ഞാൻ വാടക ഇവിടെ കുറേ ദിവസം ഇല്ലായിരുന്നു. ഞാൻ വേറെ സ്ഥലത്താണ്. അപ്പോഴും പട്ടിയുണ്ട്. ഈ വലുതിനെ കൊണ്ടുപോയിട്ട് 2 ചെറിയ പട്ടികളുണ്ടായിരുന്നു. റോട്ടും എൻ്റെ കുട്ടിയും ഇവിടെ വലുത് ഡോവർമാനും ഒക്കെ ഉണ്ടായിരുന്നു. പട്ടി ആർക്കും എതിരില്ല അവിടെ. അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചെറുതായിട്ട് പട്ടിക്കുള്ള വിരോധം ഉണ്ടായിരുന്നത്. ഇനി ജീവിതകാലം വരെ ഇല്ല നമുക്ക് പറ്റില്ല. അതൊക്കെയുള്ള നമ്മളുടെ മനസ്സിൻ്റെ ഒരു താല്പര്യം അതാണ്. അതിന് പൈസ കുറഞ്ഞിരുന്നാലും പൈസ കൂടിയിരുന്നാലും കടം വാങ്ങിച്ചെങ്കിലും നമ്മൾ പറ്റും. അതൊരു ക്രേസാണ് എനിക്ക്.